നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം നമ്മൾ ഒന്നിലധികം തവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വാർത്ത ഇന്ന് കൂടുതൽ ക്ലാരിറ്റിയോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെ കാരണം ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വരുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അതുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. ആ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലം അന്വേഷിച്ചു പോയപ്പോഴാണ് എനിക്ക് കൗതുകമുണർത്തുന്ന ഈ വാർത്തയുടെ പൊരുൾ അഴിഞ്ഞു കിട്ടിയത്. ഈ പൊരുൾ അന്വേഷിക്കാൻ കാരണം ഹർജിക്കാരൻ പൊതുപ്രവർത്തകനായ KM ഷാജഹാനാണ് എന്ന് പത്രത്തിൽ വായിച്ചപ്പോഴുണ്ടായ കൗതുകമാണ്. വാർത്ത നമ്മളൊക്കെ കേട്ടതാണ്. എന്നാൽ അതിന് കൗതുകമുണർത്തുന്ന പുതിയ ചില തലങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യുന്നത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്വജനപക്ഷപാതം അവരുടെ അവകാശം പോലെയായിരുന്നു. പാർട്ടി നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ബന്ധുക്കൾക്കും കട്ട സഖാക്കൾക്കും സർക്കാർ ഉദ്യോഗം സംവരണം ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. PSCയുടെ അവസ്ഥ നമുക്കറിയാം. PSCയിൽ എന്തൊക്കെയാണ് നടന്നത്, എങ്ങനെയാണ് PSC പരീക്ഷ അട്ടിമറിച്ചത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പോലീസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ നേരത്തെ സഖാക്കൾക്ക് ചോർത്തിക്കൊടുത്തിട്ട് ഗുണ്ടാപ്രവർത്തനം ഏർപ്പെടുത്തുന്ന സഖാക്കൾ 1ഉം 2ഉം റാങ്ക് നേടിയ കഥ നേരത്തെ കേട്ടതാണ്. ഇപ്പോഴിതാ ഉയർന്ന ശമ്പളമുള്ള ഉദ്യോഗം പോലും PSC നടത്തിയത് സഖാക്കൾക്ക് ഗുണകരമായ രീതിയിലാണ്. അന്വേഷണം നടക്കുകയാണ്. ഗവർണർ ഇടപെടുന്നുണ്ട്. PSCയെ തന്നെ പിരിച്ചുവിടാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുക. ഇത് ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് സർക്കാരിന് പരിമിതിയുണ്ട്. ഗവർണർക്ക് സാധ്യതയുണ്ട്. ഗവർണർക്ക് രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തിയാൽ രാഷ്ട്രപതിക്ക് ഇടപെടാൻ കഴിയും. അതവിടെ നടക്കട്ടെ. PSC ഇടപെടാതെയും ചില അട്ടിമറികൾ അവർ നടത്തിയിരുന്നു. അതിലേറ്റവും കുപ്രസിദ്ധമാണ് കണ്ണൂരിലുള്ള 2 സഖാക്കളെ കേരള പോലീസിലെ ഇൻസ്പെക്ടർ തസ്തികയിൽ നിയമിച്ച പരിപാടി. ഓർക്കണം, പോലീസ് ഓഫീസർമാരുടെ എൻട്രി കേഡർ എന്ന് പറയുന്നത് സബ് ഇൻസ്പെക്ടറിന് SI ആണ്. SI ജോലിക്കായിരുന്ന എല്ലാവർക്കും തന്നെ DYSP റിട്ടയർ ചെയ്യാം. ഭാഗ്യമുള്ളവർക്ക്, സർവീസ് കൂടുതലുള്ളവർക്ക് SP ആവാം. അതിൽ തന്നെ ഭാഗ്യമുള്ളവർക്ക് IPS കിട്ടി റിട്ടയർ ചെയ്യാം. അത്രയേ ഉള്ളൂ. ആദ്യത്തെ ഘട്ടം നമുക്ക് വിട്ടുകളഞ്ഞ് അത് സബ് ഇൻസ്പെക്ടർ കളഞ്ഞിട്ട് എൻട്രി കേഡർ CI ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് IG വരെയാകാൻ പറ്റും. DIGയും IGയും വരെയാകാൻ പറ്റും. അങ്ങനെ ഒരു എൻട്രി കേഡർ ഇല്ല. പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചിലർ എടുക്കാറുണ്ട്. ഉദാഹരണത്തിന് MP ദിനേശ്, അദ്ദേഹത്തിൻ്റെ പിതാവ് പോരാട്ടത്തിനിടെ മരിച്ചു പോയപ്പോൾ കരുണാകരൻ അദ്ദേഹത്തെ ഇൻസ്പെക്ടറായി എടുത്ത് അദ്ദേഹം DIG റിട്ടയർ ചെയ്തു. അതുപോലെ ഗോപിനാഥ് എന്ന് പറയുന്ന വോളിബോൾ കളിക്കാരൻ, അദ്ദേഹം അന്താരാഷ്ട്ര മെഡലുകൾ ഒരുപാട് വാങ്ങിയതുകൊണ്ട് ഇൻസ്പെക്ടറായി ജോലിക്കെടുത്തു. അദ്ദേഹം IG റിട്ടയർ ചെയ്തു. അങ്ങനെയുള്ള വളരെ അപൂർവം ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന തസ്തികയിൽ CPMകാർ 2 പേരെ അനധികൃതമായി തിരികെ കയറ്റി. ഓർക്കുക, SI ആകാൻ പോലും അവകാശമില്ല. അവരെ CI തിരികെ കയറ്റി. ഒരാളുടെ പേര് ഷിനു ചൊവ്വരി എന്നും മറ്റൊരാളുടെ ചിത്തരേഷ് നടേശൻ എന്നുമാണ്. ഇവർക്ക് സ്പോർട്സ് കോട്ടയിൽ ജോലിക്ക് കയറാൻ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. കാരണം ഇവർ ബോഡി ബിൽഡേഴ്സ് ആയിരുന്നു. ബോഡി ബിൽഡിംഗ് ഒരു അന്താരാഷ്ട്ര ഈവൻ്റ് അല്ല, ഒളിമ്പിക് ഈവൻ്റ് അല്ല. ഒളിമ്പിക് ഈവൻസിലുള്ള കായിക ഇനങ്ങളിൽ പെട്ടവർക്ക് മാത്രമേ സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. കളരിപ്പയറ്റ് പോലുള്ള ഇനങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ബോഡി ബിൽഡിംഗ് ഇല്ല. കേരള പോലീസിൽ സ്പോർട്സ് കോട്ടയിൽ നിയമനം കൊടുക്കേണ്ട കാറ്റഗറികൾ അത്ലറ്റിക്സും ഫുട്ബോളും വോളിബോളും അടക്കം ഒളിമ്പിക്സ് ഈവൻറ്റുകൾ ഒട്ടുമിക്കതുമുണ്ട്. ആ കാറ്റഗറികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ജോലി കൊടുക്കാൻ പാടുള്ളൂ. സ്പോർട്സ് കോട്ടയിൽ നിരവധി ഒഴിവുകളുണ്ട്. ഈ കാറ്റഗറിയിൽ പോലും വേണ്ടതുപോലെ ഫില്ല് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഈ പിണറായി സർക്കാർ 2025 ജനുവരിയിൽ ഒരു പ്രത്യേക ഉത്തരവിറക്കുന്നു. ഈ 2 പേരെ സ്പോർട്സ് കോട്ടയിൽ നിയമിക്കാൻ ഒരു നടപടിക്രമവും പാലിക്കാതെ മന്ത്രിസഭാ യോഗം ചേർന്ന് 2025 ഫെബ്രുവരിയിൽ ഒരു ഉത്തരവിറക്കുന്നു. ഈ 2 സഖാക്കളെ ബോഡി ബിൽഡിങ്ങിന്റെ പേരിൽ പോലീസിലേക്ക് ഇൻസ്പെക്ടറായി നിയമിക്കാൻ. സർക്കാർ വൃത്തങ്ങൾ ഞെട്ടിപ്പോയി. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, അദ്ദേഹം എന്ന ആഭ്യന്തര സെക്രട്ടറി, അദ്ദേഹം ഇത് സാങ്കേതികമായി തെറ്റുണ്ട് എന്ന് പറഞ്ഞ് സർക്കാരിന് കത്തയച്ചു. പോലീസ് ഫോഴ്സ് ഇതിനെ എതിർത്തു. ഒരു കാരണവശാലും അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷെ സർക്കാരിന്റെ നിലപാട് ക്യാബിനറ്റ് തീരുമാനിച്ചാൽ അതങ്ങ് നടപ്പിലാക്കിയാൽ മതി എന്നതാണ്. പിണറായി ആണല്ലോ, നമുക്കറിയാമല്ലോ. P ശശിയാണ് അന്ന് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. എടുത്തേ മതിയാവുന്ന വാശിയിലാണ്. സർക്കാർ ഉത്തരവിറക്കുന്നു. എന്നാൽ ഈ ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് വിമുഖത കാണിക്കുന്നു. ഒരു നടപടിക്രമവും പാലിച്ചില്ല. നേരെ അങ്ങ് റിക്രൂട്ട് ചെയ്യുകയാണ്. ഇതിന് പോലീസിൽ മാറ്റമുണ്ടാകുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന S ശ്രീജിത്ത് പോലീസിലേക്ക് തിരിച്ചു വരുന്നു. DGP ദർബേഷ് സാഹിബും ADGP ക്രമസമാധാന ചുമതലയുള്ള MR അജിത് കുമാറും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നു. അജിത് കുമാർ DGP പറയുന്ന ഒന്നും കേൾക്കില്ല. സൂപ്പർ DGP ആയിട്ട് നടക്കുകയാണ്. ഇതേ തുടർന്ന് ഇത്തരം ഒരു കാര്യങ്ങളും നടക്കാതെ വന്നപ്പോൾ ശ്രീജിത്തിനെ സ്പോർട്സ് ഓഫീസറുടെ ചുമതല ഏൽപ്പിക്കുന്നു. ഈ സമയത്താണ് സർക്കാർ ബലം പിടിക്കുന്നു. ഇയാളെ നിയമിച്ച മതിയാവൂ. ശ്രീജിത്തും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നോക്കി സാധ്യമല്ല. കാരണം നിയമപരമായി പോലീസ് കോട്ടയിൽ റിക്രൂട്ട് ചെയ്യുന്ന ലിസ്റ്റിൽപ്പെട്ട ഈവൻ്റ് അല്ല. ബോഡി ബിൽഡിങ്ങിലുള്ളവരെ എടുക്കാൻ പറ്റില്ല. അവസാനം സർക്കാരിൻ്റെ സമ്മർദ്ദം സഹിക്കാനാവാതെ ഇതിനെ മറികടക്കാൻ ഇവർ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. വാസ്തവത്തിൽ സ്പോർട്സ് കോട്ടയിൽ നിയമനം നടത്തുമ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് നടത്താൻ പാടില്ല. അങ്ങനെ നടത്തണമെന്ന് എഴുതിയിട്ടില്ല. രണ്ടാമത്, സർക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നിയമിക്കുമ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് പാടില്ല. പക്ഷെ എന്നിട്ടും ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നു. ചിത്രേഷ് ഇതിൽ പങ്കെടുക്കുന്നില്ല. ഷിനു പങ്കെടുത്തെങ്കിലും ഓട്ടത്തിൽ തോറ്റുപോയി. ബോഡി ബിൽഡർ ഓടാൻ പറയുന്നത് അന്യായമാണ്. ഇതിൽ തോറ്റുപോയി. അതോടുകൂടി ഈ 2 നിയമനവും
നടത്താതിരിക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ സർക്കാർ സമ്മതിക്കുന്നില്ല. ക്യാബിനറ്റ് തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ നടത്താൻ കഴിയുമെന്ന് ചോദിച്ച് സർക്കാർ കത്തയക്കുന്നു. ഹോം സെക്രട്ടറി സർക്കാർ നിർബന്ധത്തിന് വഴങ്ങി പോലീസിനോട് വിശദീകരണം തേടുന്നു. സർക്കാർ പറഞ്ഞാൽ ചെയ്തേ മതിയാവും. ക്യാബിനറ്റ് തീരുമാനമെടുത്താൽ, സർക്കാർ ആവശ്യപ്പെട്ടാൽ ഉദ്യോഗസ്ഥർ അത് പാലിക്കണം. അത് അവരുടെ ബാധ്യതയാണ്. എന്നിട്ടും അത് ഒഴിവാക്കാൻ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നു. മെഡിക്കൽ ചെക്കപ്പിൽ ചിത്രേഷ് തോറ്റുപോകുന്നു. കാരണം ഈ ഫ്ലാറ്റ് ഫൂട്ട് ഉണ്ട്, പോലീസിൽ എടുക്കാൻ പാടില്ല. കാൽപാദം പരന്നിരിക്കുന്നവരെ എടുക്കാൻ പാടില്ല. ചിത്രേഷിന് അതായതുകൊണ്ട് ചിത്രേഷിനെ തള്ളിക്കളയുന്നു. ഷിനു ചൊവ്വരെ മാത്രം എടുക്കാൻ തീരുമാനിക്കുന്നു. ഈ മാർച്ചിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് ധൃതി വെച്ച് ഇവരെ രണ്ടിനെയും ട്രെയിനിങ്ങിന് എടുക്കൂ എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവിറക്കുന്നു. എന്നാൽ ഇതുവരെ ട്രെയിനിങ് അനുവദിച്ചില്ല, ട്രെയിനിങ് തുടങ്ങിയുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. എന്തായാലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. രമേശ് ചെന്നിത്തല മുമ്പിൽ ഫയൽ വന്നു. ഇവർക്ക് ട്രെയിനിങ്ങിന് ഇറങ്ങാം എന്നുള്ള ഉത്തരവ് റദ്ദാക്കി ഇവരെ എടുക്കരുത് എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഉത്തരവുമിറക്കി. അതായത് ഇവർ സർവീസിൽ വരുന്നില്ല. ഇവർ ട്രിബ്യൂണലിൽ പോയിരിക്കുകയാണ്. ഇത് ഞങ്ങളെ തെരഞ്ഞെടുത്തു, ഞങ്ങൾക്ക് മറ്റു ജോലിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ജോലി വേണമെന്ന് ട്രിബ്യൂണലിൽ പോയിരിക്കുന്ന കേസ് നടക്കുന്നു. അവിടെയല്ല അതിൻ്റെ ട്വിസ്റ്റ്. കെ എം ഷാജഹാൻ ഈ കേസിൽ കയറി പിടിക്കുകയാണ്. കെ എം ഷാജഹാനെ എസ് ശ്രീജിത്തിനോട് പണ്ട് മുതലേ വിരോധമുണ്ട്. 2004 വി എസ് അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി കെ എം ഷാജഹാൻ ജോലി ചെയ്യുമ്പോൾ കൊല്ലത്ത് കൊട്ടിയത്തെ 16 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ അയാളുടെ സഹോദരൻ കൊല്ലുന്നു. കേരളത്തിൽ വലിയ കോളിളക്കമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ അന്ന് കൊല്ലം SP ആയിരുന്ന ശ്രീജിത്തിനെ വിളിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ തിരിച്ച് ശ്രീജിത്തും ചീത്ത വിളിച്ചതാണ് ഇവർ തമ്മിലുള്ള വിരോധത്തിൻ്റെ തുടക്കം. അന്ന് മുതൽ ശ്രീജിത്തിനെ എങ്ങനെയെങ്കിലും മോശക്കാരനാക്കാൻ ഷാജഹാൻ പലരെയും കൂട്ടുപിടിച്ച് നിരവധി കള്ളക്കേസുകൾ കൊടുത്തു. 16ഓളം സ്വകാര്യ കേസുകൾ, അഴിമതി ആരോപണങ്ങൾ ശ്രീജിത്തിനെതിരെ കൊടുത്തു. നിരവധി പത്രവാർത്തകൾ സൃഷ്ടിച്ചു. പക്ഷെ ഇതെല്ലാം ഒറ്റയ്ക്ക് പോരാടി ശ്രീജിത്ത് ക്ലിയർ ചെയ്തെടുത്ത് ഇതെല്ലാം നിലനിൽക്കാത്തതാണ്. പക്ഷേ ഷാജഹാൻ വിട്ടിട്ടില്ല. നിരന്തരം പുതിയ കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യൂണിഫോം ഇട്ട് ദുബായിൽ അനുമതി ഇല്ലാതെ പോയി സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കേസുമായി ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. അത് തള്ളിപ്പോയാൽ വീണ്ടും നിലനിൽക്കാൻ വേണ്ടി ഷാജഹാൻ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് ഇതിലെ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട. കാരണം ശ്രീജിത്ത് ആയിരുന്നു സ്പോർട്സ് ഓഫീസർ, പോലീസിലെ സ്പോർട്സ് ഓഫീസർ. വാസ്തവത്തിൽ ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ആയിരിക്കുമ്പോഴാണ് ഉത്തരവിറങ്ങുന്നത്. പക്ഷേ പിന്നീട് സ്പോർട്സ് ഓഫീസറായി വന്നു. സർക്കാർ പറഞ്ഞിരിക്കുന്ന ഉത്തരവ് നടപ്പിലാക്കേണ്ട ബാധ്യത ചെയ്തു. അതിൽ അഴിമതിയാണ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷാജഹാൻ ശ്രീജിത്തിനോട് പക വീട്ടാൻ വേണ്ടി കോടതിയിൽ പോയിരിക്കുന്നതും. കോടതി ആ കേസ് സീരിയസ് ആയി എടുത്തിരിക്കുന്നു. കോടതി ചോദിച്ചു ഇവരെ എങ്ങനെ നിയമിക്കും, ഷോർട്ട് പുട്ട് അറിയാൻ കഴിയാണവരെ എങ്ങനെ എടുത്തു എന്നൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിന്റെ പശ്ചാത്തലം അന്വേഷിച്ചതും. ഈ പശ്ചാത്തലത്തിൽ പിണറായിയുടെ തോന്നിവാസം അതിരുവിട്ടതിനെ എങ്ങനെയാണ് രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. എന്തായാലും ശ്രീജിത്തിനുള്ള പക വീട്ടാനുള്ള ഷാജഹാന്റെ ശ്രമം തുടരുകയാണ്. അതുകൊണ്ടാണ് മനസാവാച കർമ്മണ ബന്ധമില്ലാത്ത ഈ കേസിലും ശ്രീജിത്തിനെ പിടിച്ച് ഷാജഹാൻ ഇട്ടതും കേസുമായി പോയതും. നമുക്ക് കാത്തിരിക്കാം എന്താണ് വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്.